Hello, good evening. Good evening all. Okay, കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ 63ാമത്തെ ദിവസമാണിന്ന്. നമ്മുടെ ടോപ്പിക് അറിയാലോ. എന്താണ് നമ്മുടെ ടോപ്പിക്ക്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. മക്കളെ, എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്? എടോ, ഇൻ്റഗ്രേഷൻ വിത്തിൻ ദ ബൗണ്ടറി അല്ലേ? ഇൻ്റഗ്രേഷൻ വിത്തിൻ ദ ബൗണ്ടറി. ഓക്കെ, ഇവിടെ നോക്കടാ, നമ്മളൊരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ലൈക്ക് ഇങ്ങനെയാണെങ്കിൽ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ ഒരു ബൗണ്ടറിക്കകത്തുള്ള ഏരിയയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. നോക്കടാ, ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ്. ദെൻ ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കേവ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കേവ് പ്ലോട്ട് ചെയ്യുന്ന ഏരിയയാണ് വിത്തിൻ ദ ബൗണ്ടറി എ കോമ ബി. നോക്കടാ, ഇവിടെ എ ടു ബി എഫ് ഓഫ് എക്സ്, സപ്പോസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണെങ്കിൽ, നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഫ്രം ദി ലിമിറ്റ് എ ടു ബി, ലോവർ ലിമിറ്റ് എ ആണ്, അപ്പർ ലിമിറ്റ് ബി ആണ്. ഇവിടെ നമുക്കറിയാം ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്ത് കോൺസ്റ്റന്റ് സി എന്നുള്ളത് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണെന്ത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്ത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താ? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. ഇവിടെ നോക്കടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എന്ന് നമുക്ക് എഴുതാം. ഇവിടെ വേരിയബിൾ എക്സിൻ്റെ ടേമിലുള്ള ഫംഗ്ഷൻ നമുക്ക് ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് ചേഞ്ച് ചെയ്താലും അവിടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നില്ല. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി. ഒരു എക്സാമ്പിൾ പറയാടോ, ഇൻ്റഗ്രൽ 0 to π by 2 സൈൻ എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 to π by 2 സൈൻ തീറ്റ ഡി തീറ്റ എന്ന് നമുക്ക് എഴുതാം. ശരിയാണോ? ഇവിടെ വേരിയബിൾ എക്സ് എന്നുള്ളത് നമ്മൾ തീറ്റയിലേക്ക് ചേഞ്ച് ചെയ്താലും അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി. യെസ്, ഇനി ഒരു സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താടാ? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു നെഗറ്റീവ് സൈനാണ് അവിടെ വരുന്നത് അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നോക്കടാ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. ഇൻ്റഗ്രൽ പൈ ബൈ 6 to π by 3, ഇൻ്റഗ്രൽ പൈ ബൈ 6 to π by 3 cot x dx can be written as integral of minus of integral of π by 3 to π by 6 cot x dx. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അവിടെ ലിമിറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു നെഗറ്റീവ് സൈന് നമുക്ക് അവിടെ കൊടുക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കടാ? തേർഡ് പ്രോപ്പർട്ടി integral a to b f of x dx can be written as integral a to c f of x dx plus integral c to b f of x dx. ഇവിടെ എന്താ നമ്മൾ സംഭവിക്കുന്നത്? നമ്മുടെ ലിമിറ്റ് a to b ആണ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു.
ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഏരിയയാണ്. അപ്പോൾ എ ടു ബി ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ആ ലിമിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നു. എ ടു സിയിലേക്കും ദെൻ സി ടു ബിയിലേക്കും നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ സം എന്ന് പറയുന്നത് അവയെ സ്പ്ലിറ്റഡ് ഏരിയ രണ്ടും സമ്മ് ചെയ്താൽ കിട്ടുന്നതാണ്. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഇൻ്റഗ്രൽ 1 to 4 integral 1 to 4 modulus of x minus 3 dx. ഓക്കെ, ഇന്റഗ്രൽ 1 to 4 മോഡുലസ് ഓഫ് x minus 3 dx. എടാ നമുക്കറിയാം ഇവിടെ എക്സിന് 3 എന്ന് കൊടുക്കുന്ന എക്സിന്റെ വാല്യൂ 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അല്ല. സോ ഇതിന് നമ്മൾ എക്സിന്റെ വാല്യൂ 3 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്ന സമയത്ത് മോഡുലസ് ഓഫ് x minus 3 എന്ന് പറയുന്നത് 0 ആണല്ലോ. ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ 1 to 3 മോഡുലസ് ഓഫ് x minus 3 dx പ്ലസ് ഇൻ്റഗ്രൽ 3 to 4 മോഡുലസ് ഓഫ് x minus 3 dx എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ തേർഡ് പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഇൻ്റഗ്രൽ a to b f of x dx-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ a to c f of x dx പ്ലസ് ഇൻ്റഗ്രൽ c to b f of x dx എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാം. ഇൻ്റഗ്രൽ a to b f of x dx integral a to b f of x dx can be written as integral a to b f of integral a to b f of a plus b minus x dx എന്ന് നമുക്ക് എഴുതാം. integral a to b f of x dx can be written as integral a to b f of a plus b minus x dx. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നു integral 2 to 3 e raised to x dx എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാമെടാ? ഇൻ്റഗ്രൽ 2 to 3 e raised to 2 plus 3 minus x dx എന്ന് നമുക്ക് എഴുതാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ പൈ ബൈ 6 to പൈ ബൈ 3 log of sin x dx എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This can be written as integral pi by 6 to pi by 3 log of sin of pi by 6 plus pi by 3 minus x dx എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b f of x dx-നെ അതിൻ്റെ സം ഓഫ് ലിമിറ്റുകൾ മൈനസ് എക്സ് എഫ് ഓഫ് സം ഓഫ് ലിമിറ്റ് മൈനസ് എക്സ് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b f of a plus b minus x dx എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? യെസ്. ഇനി നോക്കിക്കോ, അടുത്ത ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ a to b f of x dx-നെ ഇൻ്റഗ്രൽ a to b f of x അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 0 to a f of x dx-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to a f of a minus x dx എന്ന് എഴുതാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഇൻ്റഗ്രൽ 0 to a f of x dx-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to a f of a minus x dx. ഒരു എക്സാമ്പിൾ പറയാം. ഇൻ്റഗ്രൽ 0 to pi by 2 logarithm of 1 plus cos x dx This can be written as integral 0 to pi by 2 logarithm of 1 plus cos of pi by 2 minus x dx എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഇൻ്റഗ്രൽ 0 to a f of x dx എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻ്റഗ്രൽ 0 to a f of a minus x dx എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് ഇൻ്റഗ്രൽ 0 to a f of x dx ഇൻ്റഗ്രൽ 0 to 2a f of x dx എന്ന് പറയുന്നത് അവയെ രണ്ട് ടേംസുകളുടെ സമ്മായിട്ട് നമുക്ക് എഴുതാം. എങ്ങനെയാ? ഇൻ്റഗ്രൽ 0 to a f of x dx പ്ലസ് ഇൻ്റഗ്രൽ 0 to a f of 2a minus x dx. എങ്ങനെയാണ്? ഇൻ്റഗ്രൽ 0 to 2a f of x dx എന്ന് പറയുന്നതിനെ ഇൻ്റഗ്രൽ 0 to a f of x dx പ്ലസ് ഇൻ്റഗ്രൽ 0 എങ്ങനെയാണെങ്കിൽ ഇത് എന്തായി മാറും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 times ഇൻ്റഗ്രൽ 0 to a f of x dx എന്ന് നമുക്ക് എഴുതാം. അവിടെ ശ്രദ്ധിക്കണേ, 0 to 2a f of x dx-നെ 2 times ഇൻ്റഗ്രൽ 0 to a f of x dx എന്ന് എഴുതാം. എപ്പോഴാ കണ്ടീഷൻ? f of 2a minus x-ന്റെ വാല്യൂ f of x-നോട് ഈക്വൽ ആവുന്ന സമയത്ത്. സപ്പോസ് f of 2a minus x-ന്റെ വാല്യൂ f of
2a മൈനസ് എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിലോ എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് 2a മൈനസ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് മൈനസ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണെങ്കിലോ ഇവിടെ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായി മാറൂടാ ഈ ടേം പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും കൂടി സമ്മ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ 0 എന്ന് നമുക്ക് കിട്ടും. കാരണം ഒരു ടേം നെഗറ്റീവ് ആണ്, അടുത്ത ടേം പോസിറ്റീവ്, രണ്ടും കൂടി സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എഫ് ഓഫ് 2a മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണെങ്കിൽ അത് 2 ടൈംസ് ഇന്റഗ്രൽ 0 to a എന്നാണ്. അതല്ല എഫ് ഓഫ് 2a മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അവിടെ സം എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആണോ? യെസ്. ഇനി നോക്കിക്കോ നെക്സ്റ്റ് അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് ഇന്റഗ്രൽ ഓഫ് മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് which is equal to, this can be written as 2 times integral of 0 to a f of x dx, 2 times integral of 0 to a f of x dx. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. എന്താ ഇവിടുത്തെ കണ്ടീഷൻ? കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണെങ്കിൽ, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൺ ഫംഗ്ഷൻ ആണല്ലോ. ഇതിനെയാണ് നമ്മൾ ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയാം, കോസ് എക്സ് അല്ലേ. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ? കോസ് എക്സ് തന്നെയാണ് അല്ലേ. അതുപോലെ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും എന്ത് തന്നെയാ? നമുക്ക് ഈവൺ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം, എക്സ് സ്ക്വയറിനോട് ഈക്വൽ അല്ലേ. സോ ഇവിടെ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിനോട് ഈക്വൽ ആയിരിക്കും എപ്പോ ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ. സപ്പോസ് ഫംഗ്ഷൻ ഓഡ് ആണെങ്കിലോ? ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? എഫ് ഓഫ് മൈനസ് എക്സിന്റെ വാല്യൂ മൈനസ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓഡ് ഫംഗ്ഷൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെയുള്ള ഈ സമ്മ് 0 ആയിരിക്കും. ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. എപ്പോഴാടാ? ഓഡ് ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ ഇടാ. ഓഡ് ഫംഗ്ഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഓഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ നോക്കടാ. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താടോ? മൈനസ് ഓഫ് സൈൻ എക്സ് ആണ്. സൈൻ ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈൻ എക്സ് ആണ്. സോ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കോ. ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 4 ടു പൈ ബൈ 4 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത് സൈൻ സ്ക്വയർ ആണല്ലോ. നെഗറ്റീവ് വന്നാലും എന്ത് തന്നെയാ? നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു പൈ ബൈ 4 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണോ? യെസ്. ഇനി നോക്കിക്കോ, നമുക്ക് കുറച്ച് അഡീഷണൽ പ്രോപ്പർട്ടീസ് കൂടി പഠിക്കാനുണ്ട്. റെഡിയാണോ? ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ ഓഫ് 0 to nt f of x dx, integral 0 to nt f of x dx. This can be written as n times integral 0 to t f of x dx. n times integral of 0 to t f of x dx. എന്താണോ ഇവിടെ t എന്ന് പറയുന്നത്? where t is the period of the function എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷന്റെ പീരീഡ് ആണെന്ത്? ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 0 ടു എൻ ടി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാം? n ടൈംസ് ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. നോക്കടോ, സപ്പോസ് നമ്മുടെ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സപ്പോസ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷന്റെ ഇത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഏതുവരെ? ഈ ഒരു ഫംഗ്ഷന്റെ പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ വാല്യൂ അത് ഓരോ പീരീഡിലും അത് റിപ്പീറ്റ് ചെയ്യുക അല്ല. ഫംഗ്ഷന്റെ വാല്യൂ ഓരോ പീരീഡിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 0 മുതൽ, ഇത് ഫസ്റ്റ് ടി ആണ്, ടി നെക്സ്റ്റ് അടുത്തൊരു ടി ആണ്, ഇങ്ങനെ n ടീകൾ ഉണ്ടെങ്കിൽ
0 മുതൽ n t വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് എന്ത് ചെയ്താൽ മതി? ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് ചെയ്താൽ മതി? n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to n t f of x dx എന്ന് പറയുന്നത് n ടൈംസ് 0 to t f of x dx-നോട് ഈക്വൽ ആണ്. വേർ t എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് ദി ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഇൻ്റഗ്രൽ 0 to 10 pi ഇൻ്റഗ്രൽ 0 to 10 pi sin x dx ഇൻ്റഗ്രൽ 0 to 10 pi sin x dx. എടാ ഇതിനെ നമുക്ക് ജസ്റ്റ് എങ്ങനെ എഴുതാം? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് sin x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പീരീഡ് നമുക്കറിയാം എത്രയാ? പീരീഡ് is equal to 2π ആണല്ലോ. സോ ഇത് 2π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ വാല്യൂ റിപ്പീറ്റേഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10π എന്ന് പറയുന്നതിനകത്ത് എത്ര ഇന്റർവെല്ലുകളുണ്ട്, എത്ര പീരീഡുകളുണ്ട്? 5 അല്ലേ? അപ്പോൾ 5 ടൈംസ് ഇൻ്റഗ്രൽ 0 to 2π sin x dx എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ ഞാൻ വേറൊന്ന് എഴുതുന്നു, വേറൊരു എക്സാമ്പിൾ ഇൻ്റഗ്രൽ 0 to 10π tan x dx which can be written as എടോ tan x ന്റെ പീരീഡ് നമുക്കറിയാം. tan x എന്ന് പറയുന്നത് എന്താ? പൈ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 ടൈംസ് ഇൻ്റഗ്രൽ 0 to π tan x dx എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേറൊരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അടുത്തൊരു പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ ഓഫ് a to a plus nt f of x dx integral of a to a plus nt f of x dx. This can be written as n times integral 0 to t n times integral 0 to t f of x dx എന്ന് നമുക്ക് എഴുതാം. എടോ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കടോ. നമ്മൾ ഈ ഫംഗ്ഷൻ നേരത്തെ നമ്മൾ ഗ്രാഫ് വരച്ചല്ലോ. ഇതുപോലെ ടി ഇൻ്റർവെൽസിലുള്ള നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ട്. ടി ഇൻ്റർവെൽ അതിൻ്റെ n ടൈംസ് ടി ഉള്ള ഒരു ഗ്രാഫ് ഉണ്ട്. അതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണ്. നമുക്കറിയാം ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ടി ആണ്. ദെൻ ഇത് എവിടം വരെ അവസാനിക്കുന്നു? ലാസ്റ്റ് നമ്മൾ എടുക്കുന്നത് എൻ ടി പ്ലസ് എ വരെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഏരിയ തന്നെ അല്ലേ കിട്ടുന്നത്? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നോക്കടോ, ഈ ഇന്റർവെൽ n ടൈംസ് ഉള്ളതിനെ കൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ടൈംസ് ഇൻ്റഗ്രൽ 0 to t f of x dx എന്ന് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്? ഇവിടെ ലാസ്റ്റ് ഉള്ള ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഏരിയ തന്നെയല്ലേ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈ ഒരു പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ a to a plus nt f of x dx എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? n ടൈംസ് ഇൻ്റഗ്രൽ 0 to t f of x dx നോട് ഈക്വൽ ആണ്. എടാ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നു ഇൻ്റഗ്രൽ ഓഫ് പൈ ബൈ 6 to 10 pi plus pi by 6 modulus of sin x dx എടാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോഡുലസ് ഓഫ് സൈൻ എക്സിന്റെ ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണോ? സൈൻ എക്സ് എന്ന് പറയുന്നതിന്റെ പീരീഡ് നമുക്കറിയാം 2π ആണ്. മോഡുലസ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ? നെഗറ്റീവ് പാർട്ടും വീണ്ടും പോസിറ്റീവിലേക്ക് തന്നെയല്ലേ വരുന്നത്? ദാറ്റ് ഈസ് 0 മുതൽ പൈ വരെ അതേ സംഭവം റിപ്പീറ്റ് ചെയ്യല്ലേ? 0 to π then pi to 2π സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 10 ടൈംസ് ഇൻ്റഗ്രൽ 0 to π sin x dx എന്ന് നമുക്ക് എഴുതാം. മോഡുലസ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അടുത്തൊരു പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ ഓഫ് mt to nt f of x dx this can be written as n minus m times integral 0 to t f of x dx ഇങ്ങനെ നമുക്ക് എഴുതാം. എന്താ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ 0 എന്ന് പറയുന്നതിന് പകരമായിട്ട് അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ m എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂയിൽ നിന്ന് തുടങ്ങി അതുപോലെ n എന്ന് പറയുന്ന വാല്യൂ വരെ ആ ഒരു ഇന്റർവെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എമ്മിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ n വരെ.
ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ പൈ ടു 10 പൈ, ഇന്റഗ്രൽ പൈ ടു 10 പൈ മോഡുലസ് ഓഫ് സൈൻ എക്സ് ഡി എക്സ്, ഇങ്ങനെ ഞാൻ എഴുതുന്നു. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം എന്നാ പറയുന്നത്. ഇവിടെ എം എൻ ആണെങ്കിൽ അവയുടെ ഡിഫറൻസ് ആണ്. ഈ കേസിൽ 1ഉം 10ഉം ആണെങ്കിൽ ഇവിടെ നമുക്ക് 10-1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to പൈ മോഡുലസ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞു മോഡുലസ് ഓഫ് സൈൻ എക്സിന്റെ ഇന്റർവെൽ എന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? പൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 10-1 ഇൻറ്റു 0 to പൈ മോഡുലസ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ ടൈം പീരീഡ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കിക്കോ, കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് എഴുതി വെച്ചോ. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ദിസ് ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബി മൈനസ് എ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കും. എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണോ? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. എടോ, ഇത് ഇവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? ഇവിടെ എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ പൈ ബൈ 2 ആണ്. ദെൻ ദ വാല്യൂ വിൽ ബി പൈ ബൈ 2 മൈനസ് 0 ഡിവൈഡ് ബൈ 2. ദ ആൻസർ വിൽ ബി പൈ ബൈ 4 എന്ന് നമുക്ക് കിട്ടും. ദ ആൻസർ വിൽ ബി പൈ ബൈ 4. ക്ലിയർ ആണോ? ഇതേപോലെ വേറൊരു എക്സാമ്പിൾ പറയാം. ഇന്റഗ്രൽ 0 to പൈ ബൈ 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ്. യെസ്, ഇതിന്റെ ആൻസറും എന്ത് തന്നെയായിരിക്കും? ദ ആൻസർ വിൽ ബി പൈ ബൈ 4. ദ ആൻസർ വിൽ ബി പൈ ബൈ 4. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോവാം. ഇന്റഗ്രൽ ഓഫ് 0 to പൈ സൈൻ എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് 0 to പൈ സൈൻ എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ്. എടാ, ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 കേസസ് ആണ് ഇവിടെ പറയുന്നത്. 2 കേസസ്. ഫസ്റ്റ് വൺ, ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എപ്പോഴാ വാല്യൂ എന്ന് പറയുന്നത് 0 ആവുന്ന കണ്ടീഷൻ? എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ, എ മൈനസ് ബിയുടെ വാല്യൂ നമുക്കൊരു ഈവൺ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഇന്റഗ്രൽ 0 to പൈ സൈൻ എ എക്സ് ഇൻറ്റു കോസ് ബി എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സപ്പോസ് എ മൈനസ് ബിയുടെ വാല്യൂ, എ മൈനസ് ബി എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ നമുക്ക് പറയാം ഇന്റഗ്രൽ വാല്യൂ 2a ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2a ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ, ഇന്റഗ്രൽ 0 to പൈ സൈൻ 8x ഇൻറ്റു കോസ് 2x ഡി എക്സ്. സൈൻ 8x ഇൻറ്റു കോസ് 2x ഡി എക്സ്. ഇവിടെ എയുടെ വാല്യൂ 8 അല്ലേ? എയുടെ വാല്യൂ 8 ആണ്. ബിയുടെ വാല്യൂ എത്ര? 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ 8 മൈനസ് 2 എന്ന് പറയുന്നത് 6 ആണ്. ദാറ്റ് ഈസ് ഈവൺ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ എന്താണെന്ന് പറയാം? വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ക്ലിയർ ആണോ? ആ ഒരു പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അടുത്തൊരു പ്രോപ്പർട്ടി, ഇന്റഗ്രൽ 0 to പൈ ബൈ 2 1 ബൈ എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ 0 to പൈ ബൈ 2 1 ബൈ എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ഡിവൈഡ് ബൈ 2ab ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം.
integral 0 to pi by 2 1 by cos square x plus 3 sin square x dx. Okay, 1 by cos square x plus 3 sin square x dx. ഇവിടെ നോക്കണോ, എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയറിന് പകരമായിട്ട് 1 അല്ലേ, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഡിവൈഡ് ബൈ 2ab അല്ലേ. അപ്പൊ ഈ കേസിൽ ബിയുടെ വാല്യൂ എത്ര, ബി റൂട്ട് 3 ആണ്, എന്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് ഇവിടെ ആൻസർ നമുക്ക് പൈ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 ഇൻറ്റു റൂട്ട് 3, ദാറ്റ് ഈസ് പൈ ബൈ 2 റൂട്ട് 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പൈ ബൈ 2 റൂട്ട് 3. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഫോർമുല ഡയറക്റ്റ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സോൾവ് ചെയ്യാം. ക്ലിയർ ആണോ? യെസ്. അടുത്ത ഒരു പ്രോപ്പർട്ടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോപ്പർട്ടി നോക്കിക്കോ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഇന്റഗ്രൽ 0 to pi by 2, ഇന്റഗ്രൽ 0 to pi by 2 sin raised to n x dx, ഇന്റഗ്രൽ 0 to pi by 2 sin raised to nx dx, which is equal to 0 to pi by 2 sin ആയിക്കോട്ടെ അതുപോലെ cos ആയിക്കോട്ടെ, cos raised to nx dx. ഈ രണ്ട് ടേമിന്റെയും വാല്യൂ എന്ന് പറയുന്നത് n-1 ഡിവൈഡ് ബൈ n ഇൻറ്റു n-1 ഡിവൈഡ് ബൈ n ഇൻറ്റു n-3 ഡിവൈഡ് ബൈ n-2 ഇൻറ്റു എക്സെട്ര. ഈ വാല്യൂ ഇങ്ങനെ പോകുന്നു, ലാസ്റ്റ് 2/3 ഇൻറ്റു പൈ ബൈ 2 എന്നായിരിക്കും. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, n എന്ന് പറയുന്നത് ഈവൺ ആണെങ്കിൽ, n എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണെങ്കിൽ, ഇവിടെ സൈനിന്റെയോ കോസിന്റെയോ പവർ ഈവൺ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് n-1 ഡിവൈഡ് ബൈ n ഇൻറ്റു n-3 ഡിവൈഡ് ബൈ n-2 ഇൻറ്റു എക്സെട്ര അപ് ടു പൈ ബൈ 2 വരെ ആയിരിക്കും. സപ്പോസ് n എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിലോ, n എന്ന് പറയുന്ന ഓഡ് നമ്പർ ആണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം n-1 ഡിവൈഡ് ബൈ n ഇൻറ്റു n-3 ഡിവൈഡ് ബൈ n-2 ഇൻറ്റു എക്സെട്ര ലാസ്റ്റ് ടേം 2/3 ഇൻറ്റു ലാസ്റ്റ് ടേം പൈ ബൈ 2ന് പകരമായിട്ട് 1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയടോ, ഇന്റഗ്രൽ 0 to pi by 2 sin raised to 4x dx. സൈൻ്റെ പവറിൽ വന്നത് ഏതാ, 4 അല്ലേ, 4 ഒരു ഈവൺ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്തൂടെ. എടോ ഫസ്റ്റ് കണ്ടീഷൻ എന്നിന്റെ വാല്യൂ 4 ആണ്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം, 3/4 അല്ലേ, 3/4 ഇൻറ്റു 1/2 ഇൻറ്റു പൈ ബൈ 2. n ഈവൺ ആണല്ലോ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് സോൾവ് ചെയ്താൽ എന്താണ് ആൻസർ കിട്ടുക, 3/16 പൈ എന്ന് കിട്ടൂലേ, 3/16 പൈ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 3/16 പൈ എന്ന് ആൻസർ കിട്ടും. ഈവൺ ആണെങ്കിൽ അവിടെ പൈ ബൈ 2 എന്ന് പറയുന്ന ടേം, അതല്ല ഓഡ് ആണെങ്കിൽ അവിടെ 1 ആയിരിക്കും. ഓക്കെ, ആ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇന്റഗ്രൽ a to b സ്ക്വയർ റൂട്ട് ഓഫ് x minus a divided by b minus x dx. ഇന്റഗ്രൽ സ്ക്വയർ റൂട്ട് ഓഫ് a to b സ്ക്വയർ റൂട്ട് ഓഫ് x minus a divided by b minus x dx. എടോ ഇതിന്റെ റിസൾട്ട് നമ്മൾ ഡയറക്റ്റ് പഠിക്കാം, പൈ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ആയിരിക്കും. എന്തായിരിക്കും റിസൾട്ട്, പൈ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ. ഒരു എക്സാമ്പിൾ പറയാം, ഇന്റഗ്രൽ 1 to 3 സ്ക്വയർ റൂട്ട് ഓഫ് x minus 1 divided by 3 minus x dx. x minus 1 divided by 3 minus x dx. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ. ബിയുടെ വാല്യൂ എത്ര, 3 അല്ലേ, എന്റെ വാല്യൂ 1 അല്ലേ, 3 മൈനസ് 1 എന്നായിരിക്കും. ദാറ്റ് ഈസ് ആൻസർ പൈ ആയിരിക്കും. ക്ലിയർ ആണോ? ദ ആൻസർ വിൽ ബി പൈ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി പഠിച്ചു നോക്കുക. ഇന്റഗ്രൽ a to b സ്ക്വയർ റൂട്ട് ഓഫ് x മൈനസ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ആയിരിക്കും. പൈ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ. നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കിക്കോ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇന്റഗ്രൽ a to b സ്ക്വയർ റൂട്ട് ഓഫ് x മൈനസ് എ ഇൻറ്റു ബി മൈനസ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ a to b സ്ക്വയർ റൂട്ട് ഓഫ് x മൈനസ് എ ഇൻറ്റു ബി മൈനസ് എക്സ് ഡി എക്സ്. എടാ ഇതിന്റെ വാല്യൂ നമുക്ക് പഠിക്കാവുന്നതാണ്, പൈ ബൈ 8 ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ ആയിരിക്കും. പൈ ബൈ 8 ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ 2 to 7 സ്ക്വയർ റൂട്ട് ഓഫ് x മൈനസ് 2 ഇൻറ്റു 7 മൈനസ് എക്സ് ഡി എക്സ്, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് പൈ ബൈ 8 ഇൻറ്റു, ഇവിടെ നോക്കടാ
എയുടെയും ബിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 7 minus 2 whole square എന്ന് കിട്ടൂലേ, വിച്ച് ഈസ് ഈക്വൽ ടു 7 minus 2 5 square, ദാറ്റ് ഈസ് 25 pi divided by 8. ഇതായിരിക്കും ആൻസർ. 25 pi divided by 8 ആയിരിക്കും. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് മക്കളെ, ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം. ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ്, ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമാണ് പറഞ്ഞത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് integral of minus pi by 2 pi by 2 1 by 1 plus e raised to sin x dx. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കിക്കോ. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, integral of minus pi by 2 to minus pi by 2 to pi by 2 1 by 1 plus e raised to sin x dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഞാനിവിടെ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. നേരത്തെ നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. എന്താണ് ആ പ്രോപ്പർട്ടി? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഐ എന്ന് പറയുന്നത് ഐ ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു 1 by 1 plus e raised to sin of minus pi by 2 plus pi by 2 minus x dx എന്ന് വരും. ക്ലിയർ ആണോ? അവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു 1 by 1 plus e raised to sin of minus x എന്ന് വരുമല്ലോ. sin of minus x എന്ന് പറയുന്നത് എന്താ? മൈനസ് സൈൻ എക്സ് ആണല്ലോ. ദാറ്റ് ഈസ് ഐ ക്യാൻ ബി റിട്ടൺ ആസ് 1 by integral of minus pi by 2 to pi by 2 1 by 1 plus e raised to minus sin x അല്ലേ? ഇതൊന്ന് റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു നെഗറ്റീവ് പവർ നമുക്ക് മുകളിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഇ റേസ് ടു സൈൻ എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു സൈൻ എക്സ് പ്ലസ് 1 ഡി എക്സ് എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഐയുടെ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. ഞാനിവിടെ 1ഉം 2ഉം ആഡ് ചെയ്തു. 1 plus 2 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റിൽ 2i is equal to നമുക്ക് 2i is equal to ഇന്റഗ്രൽ ഓഫ് മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു. എടാ ഡിനോമിനേറ്റർ രണ്ടിന്റെ സെയിം ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 plus e raised to sin x ഡിവൈഡ് ബൈ 1 plus e raised to sin x, ദാറ്റ് ഈസ് 1 dx എന്ന് കിട്ടൂലേ? 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് അല്ലേ? എക്സ് ഫ്രം മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എന്ന് എഴുതിക്കൂടെ? എടോ, എക്സ് ഫ്രം മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു സോൾവ് ചെയ്യുമ്പോൾ പൈ ബൈ ടു മൈനസ് ഓഫ് മൈനസ് പൈ ബൈ ടു ദാറ്റ് ഈസ് പ്ലസ് പൈ ബൈ ടു. 2iയുടെ വാല്യൂ നമുക്ക് പൈ എന്ന് കിട്ടിയില്ലേ? 2i is equal to പൈ ആണ്. ദാറ്റ് മീൻസ് ഐയുടെ വാല്യൂ എത്ര? i is equal to പൈ ബൈ ടു എന്ന് കിട്ടിയില്ലേ? ഐയുടെ വാല്യൂ എത്ര? i equal to പൈ ബൈ ടു. ക്ലിയർ ആണോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2020 ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി പൈ ബൈ ടു, തേർഡ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കടാ. ഇഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഏതാടാ? 2 മൈനസ് ഓഫ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 പ്ലസ് എക്സ് കോസ് എക്സ്. 2 മൈനസ് ഓഫ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 പ്ലസ് എക്സ് കോസ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ log of x to the base e, x greater than 0. Next, then the value of integral minus pi by 4 to pi by 4 to pi by 4 g of f of x. എടാ, g of f of x എന്ന് പറയുന്ന കോമ്പോസിഷൻ അല്ലേ? എന്തായിരിക്കും g of f of x? ഇന്റഗ്രൽ ഓഫ് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ്, ഇവിടെ നോക്കിക്കോ, ഇന്റഗ്രൽ ഓഫ് ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ 4 ടു പൈ ബൈ 4. നോക്കടാ, മൈനസ് പൈ ബൈ 4 ടു പൈ ബൈ 4 ലോഗ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് 2 മൈനസ് ഓഫ്
2 minus of x cos x divided by 2 plus x cos x എന്നല്ലേ കിട്ടുക. ബേസ് എന്ന് പറയുന്നത് ഇ ആണ്. ബേസ് ഇ ആണ്. ലോഗ് ഓഫ് 2 minus x cos x divided by 2 plus x cos x. നോക്കട്ടെ, ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ ഓഫ് -π/4 to π/4 log ഓഫ്, നോക്കടാ, നമ്മുടെ നേരത്തെ ചെയ്ത അതേ പ്രോപ്പർട്ടി തന്നെ. ഏതാ നമ്മുടെ പ്രോപ്പർട്ടി? ഇന്റഗ്രൽ a to b f of x dx ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ a to b f of a plus b minus x dx. ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് ഓഫ് ടു ദ ബേസ് ഇ 2 minus of x എന്ന് പറയുന്നത് എന്തായി മാറുക? π/4 minus π/4 minus x. ദാറ്റ് ഈസ് നമുക്ക് x എന്ന് പറയുന്നത് മൈനസ് എക്സ് ആയി മാറും. മൈനസ് എക്സ് കോസ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് ഡി എക്സ് എന്നായി മാറൂലേ. എടോ, കോസിനകത്ത് നെഗറ്റീവ് വന്നാൽ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെയല്ലേ. അപ്പോൾ ഈ കേസിൽ ഐ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ -π/4 to π/4 log ഓഫ് 2 പ്ലസ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ്. 2 പ്ലസ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഐയുടെ രണ്ട് ഇക്വേഷൻസ്, ഫസ്റ്റ് വൺ ഇത് സെക്കൻഡ് വൺ, ഇവ രണ്ടും ആഡ് ചെയ്യുന്നു. ഐ പ്ലസ് ഐ ദാറ്റ് ഈസ് 2i ക്യാൻ ബി റിട്ടൺ ആസ്, നോക്കടോ, ഇന്റഗ്രൽ ഓഫ് -π/4 to π/4 ലോഗിനകത്തുള്ള ടേം അവ രണ്ടും സമ്മ് ചെയ്യുന്നു അല്ലേ. ലോഗ് രണ്ട് ടേം സമ്മ് ചെയ്ത ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് എന്താ? ലോഗ് എ ബി അല്ലേ. എടാ, ലോഗ് എ ബി ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ് ഇൻറ്റു നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 2 മൈനസ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 പ്ലസ് എക്സ് കോസ് എക്സ് എന്ന് കിട്ടിയില്ലേ. എടാ, ഇവിടെ ടേംസുകൾ രണ്ടും ക്യാൻസൽ ആയില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇന്റഗ്രൽ -π/4 to π/4 ഇന്റഗ്രൽ -π/4 to π/4 ലോഗ് 1 എന്നല്ലേ കിട്ടുക. ലോഗ് 1ന്റെ വാല്യൂ നമുക്കറിയാം 0 അല്ലേ. ദാറ്റ് ഈസ് 2i എന്ന് പറയുന്നതിന്റെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് i ഈക്വൽ ടു 0. ഓർ i ഈക്വൽ ടു 0. ഇവിടെ ഓപ്ഷൻ നോക്കണോ, 0 എന്നുള്ള ഓപ്ഷൻ ഇല്ല. പകരം ഇവിടെ നമുക്കറിയാം ലോഗ് 1 ടു ദ ബേസ് ഇ, ഇതിന്റെ വാല്യൂ 0 അല്ലേ. ദാറ്റ് ഈസ് ലോഗ് 1 ടു ദ ബേസ് ഇ. ഏതാ ഓപ്ഷൻ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണ്. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ജസ്റ്റ് സോൾവ് ചെയ്യുന്നു, ഡയറക്റ്റ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, ആൻസർ എത്തുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കണോ. തേർഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to π/2 cot x divided by cot x plus cosec x dx which is equal to m into pi plus n. then m into n ന്റെ വാല്യൂ എത്ര? ഓക്കെ, ഇവിടെ നോക്കിക്കോ, നമുക്കിത് സോൾവ് ചെയ്യാം. ഇന്റഗ്രൽ 0 to π/2 cot x divided by cot x plus cosec x dx. ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. എടാ, കോട്ട് എക്സ് എന്ന് പറയുന്നത് കോസ് ബൈ സൈൻ അല്ലേ. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to π/2 കോട്ട് എക്സിനെ ഞാൻ കൺവേർട്ട് ചെയ്യുന്നു കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് 1 ബൈ സൈൻ എക്സ് ആണ് കൊസീക് എക്സ് ഡി എക്സ്. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് സൈൻ എക്സ് ക്യാൻസൽ ചെയ്താൽ ഇന്റഗ്രൽ 0 to π/2 കോസ് എക്സ് ഡിവൈഡ് ബൈ cos x പ്ലസ് 1 എന്ന് കിട്ടും. ക്ലിയർ ആണോ? എടാ, cos x 1 പ്ലസ് cos x നമുക്കിതിനെ ട്രിഗ്നോമെട്രി വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാം. cos x ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ 0 to π/2. എടാ, cos x ക്യാൻ ബി റിട്ടൺ ആസ് നമുക്ക് എങ്ങനെ എഴുതാം? cos x നെ നമുക്ക് cos സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതിക്കൂടെ? യെസ്. നെക്സ്റ്റ് 1 പ്ലസ് cos x എന്ന് പറയുന്നത് എന്താണോ? 1 പ്ലസ് cos x എന്ന് പറയുന്നത് 2 cos സ്ക്വയർ x/2 അല്ലേ. ഓക്കെ, 2 cos സ്ക്വയർ x/2 ആണ്. ദാറ്റ് ഈസ് 1/2 എന്നുള്ളത് കോമൺ ആയിട്ട് എടുത്താൽ ഇന്റഗ്രൽ 0 to π/2 cos സ്ക്വയർ x/2 എന്ന് പറയുന്ന ടേം ഡിനോമിനേറ്ററിലുണ്ട്. ഞാൻ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താൽ 1 മൈനസ് ഓഫ് ടാൻ സ്ക്വയർ x/2 എന്ന് കിട്ടൂലേ. 1 മൈനസ് ഓഫ് ടാൻ സ്ക്വയർ x/2.
സോ ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 to π/2 1 dx മൈനസ് ഓഫ് ഇന്റഗ്രൽ 0 to π/2 tan സ്ക്വയർ x/2 dx എന്ന് കിട്ടില്ലേ. എടോ tan സ്ക്വയർ x/2 നമുക്കറിയാം ഡയറക്റ്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല. tan സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വല 6 സ്ക്വയർ x - 1 അല്ലേ. സോ ഫസ്റ്റ് ടേം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു 1/2 ഇൻറ്റു എടോ 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ x അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 1 ഇന്റഗ്രേറ്റ് ചെയ്തു x ഫ്രം ലിമിറ്റ് 0 to π/2. നെക്സ്റ്റ് tan സ്ക്വയർ എക്സിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനെ 6 സ്ക്വയർ x -1 എന്നാക്കുന്നു. 0 to π/2 6 സ്ക്വയർ x -1 dx. ക്ലിയർ ആണോ? യെസ്, അവിടെ നമുക്ക് 1/2 ഇൻറ്റു എക്സ് ഫ്രം 0 to π/2 മൈനസ് ഓഫ് 6 സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്താണോ tan x അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ x അല്ല x/2 ആണ്. സോ tan of x/2 ഡിവൈഡ് ബൈ അവിടെ x/2 ഉള്ളതിനെ കൊണ്ട് ഡിവൈഡ് ബൈ 1/2 വരില്ലേ. ഫ്രം ലിമിറ്റ് 0 to π/2 ദെൻ മൈനസ് അവിടെ നമുക്ക് പ്ലസ് ആയി 1ന്റെ ഇന്റഗ്രൽ x ആണ് ഫ്രം 0 to π/2. ഇങ്ങനെ എഴുതിക്കൂടെ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0 to π/2 നമുക്ക് അവിടെ π/2 എന്ന് പറയുന്ന ടേം ഉണ്ട്. ദെൻ 2 tan of x/2 2 ഇൻറ്റു tan of x/2 ഫ്രം 0 to π/2. അപ്പൊ നമുക്ക് അവിടെ 2 ഇൻറ്റു tan x/2 π/2 എന്ന് കൊടുക്കുമ്പോൾ π/4 tan π/4ന്റെ വാല്യൂ 1 ആണ്. റെഡിയാണോ? tan π/4 1 ആണ്. പ്ലസ് 0 to π/2 x again π/2 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു π/2 പ്ലസ് π/2 എത്ര പൈ അല്ലേ, പൈ -2 എന്ന് കിട്ടും. ദ ആൻസർ ഈസ് π/2 - 1 π/2 - 1 എന്ന് കിട്ടിയോ. സോ നമുക്ക് വേണ്ടത് ഇത് ഏത് ഫോർമാറ്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു പൈ പ്ലസ് n എന്നാണ്. ദാറ്റ് ഈസ് m ഇൻറ്റു പൈ പ്ലസ് n m ഇൻറ്റു പൈ പ്ലസ് n എന്നുള്ള ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് ഇവിടെ m പൈ പ്ലസ് m n എന്ന് കിട്ടുമല്ലോ. mn എന്ന് പറയുന്നതിന്റെ വാല്യൂ ദാറ്റ് ഈസ് mn ഇസ് ഈക്വൽ ടു എത്രയാ -1 എന്ന് കിട്ടും. ദ ആൻസർ വിൽ ബി m ഇൻറ്റു n ഇസ് ഈക്വൽ ടു -1. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ, അടുത്തൊരു ക്വസ്റ്റ്യൻ 2014 ഒരു ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to π ബോക്സ് ഓഫ് cos x. ഇന്റഗ്രൽ 0 to π ബോക്സ് ഓഫ് cos x. നോക്കടാ, ഇന്റഗ്രൽ 0 to π ബോക്സ് ഓഫ് cos x dx. ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx. ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി നോക്കിക്കോ, ഇവിടെ നമ്മൾ ഇന്റഗ്രൽ ഓഫ് 0 to π ബോക്സ് ഓഫ് cos x dx can be written as integral 0 to π box of cos of π minus x dx. റെഡിയാണോ? cos π minus x എന്താണോ? മൈനസ് cos x അല്ലേ. that is this can be written as integral 0 to π minus box of minus cos x എന്ന് കിട്ടില്ലേ, box of minus cos x. ഇനി നോക്കിക്കോ, ഇവിടെ ഈ ടേം i ആണ്. അതുപോലെ നേരത്തെ നമ്മൾ ഇത് നമ്മുടെ i ആണ്. i is equal to ഒരു ഇക്വേഷൻ കിട്ടി. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. i plus i, that is 2i is equal to integral of 0 to π box of cos x plus box of minus cos x dx എന്ന് കിട്ടില്ലേ. ഇവിടെ ബോക്സ് ഓഫ് എക്സ് പ്ലസ് ബോക്സ് ഓഫ് മൈനസ് എക്സിന്റെ വാല്യൂ നമുക്ക് -1 എന്ന് എടുക്കാം. ബോക്സ് ഓഫ് എക്സ് പ്ലസ് ബോക്സ് ഓഫ് മൈനസ് എക്സിന്റെ വാല്യൂ എത്രയാണോ? -1 എന്ന് നമുക്ക് എടുക്കാം. ക്ലിയർ ആണോ? ബോക്സ് ഓഫ് എക്സ് പ്ലസ് ബോക്സ് ഓഫ് മൈനസ് എക്സിന്റെ വാല്യൂ -1 എന്ന് എടുക്കാം. അവിടെ ഒരു കണ്ടീഷൻ നമുക്ക് പറയാം, എക്സ് എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു സെറ്റ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ബോക്സ് ഓഫ് കോസ് എക്സ് പ്ലസ് ബോക്സ് ഓഫ് മൈനസ് കോസ് എക്സിന്റെ വാല്യൂ -1 ആണെങ്കിൽ 2i is equal to integral 0 to π minus x dx എന്ന് വരില്ലേ. മൈനസ് എക്സ് -1 dx, that is minus x from 0 to π. That is 2i യുടെ വാല്യൂ എത്ര?
മൈനസ് പൈ ആണ്. ഐ ഇസ് ഈക്വൽ ടു എത്ര? മൈനസ് പൈ ബൈ ടു എന്ന് നമുക്ക് കിട്ടും. ഐ ഇസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു. ക്ലിയർ അല്ലേ? ഇനി ഇത് നമ്മൾ ഇത്രയൊന്നും ചിന്തിക്കാതെ വേറെ രീതിയിൽ നമുക്കിതിനെ ചെയ്യാവുന്നതാണ്. നോക്കടോ, കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്കറിയാം. കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 to π എങ്ങനെയാ? ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, കോസ് 0യുടെ വാല്യൂ 1 ആണ്. കോസ് പൈ ബൈ ടുവിൻ്റെ വാല്യൂ 0 ആണ്. കോസ് പൈയുടെ വാല്യൂ എത്രയാ? കോസ് പൈയുടെ വാല്യൂ -1 ആണ്. ഓക്കെ, -1 ആണ്, ഇത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബോക്സ് വാല്യൂ എന്ന് പറയുന്നത് 1ൻ്റെയും ഇവിടെ 1ൻ്റെയും 0യുടെയും ഇടയിലുള്ള കോസ് വാല്യൂസിനൊക്കെ ബോക്സ് വാല്യൂ, ബോക്സ് ഓഫ് കോസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? ബോക്സ് ഓഫ് കോസ് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ അവിടെ എക്സിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു വരെ നമുക്ക് വാല്യൂ എടുക്കാം. അതുപോലെ പൈ ബൈ ടു മുതൽ പൈ വരെ ഉള്ള വാല്യൂസിനൊക്കെ ബോക്സ് ഓഫ് കോസ് എക്സ് നമുക്കറിയാം കോസ് വാല്യൂ നെഗറ്റീവ് ആണ്. കോസ് വാല്യൂ നെഗറ്റീവ് വരുമ്പോൾ അത് -1 അല്ലേ വരിക? അത് -1 ആയിരിക്കും. സോ -1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എഗെയിൻ നമ്മുടെ റിസൾട്ടിലേക്ക് തന്നെ വരും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കിക്കോ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് θ1 ആൻഡ് θ2 ബി രണ്ട് വാല്യൂസ് ആണ് തീറ്റകൾ, സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂസ് ഓഫ് തീറ്റ ഇൻ 0 to 2π which satisfy 2 cot square theta minus 5 divided by sin theta plus 4 equal to 0. അതായത് ഒരു ഇക്വേഷൻ ആണ്. θ1ഉം θ2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ θ1 to θ2 cos square 3 theta d theta. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നോക്കടോ, ഇത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടെ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കുള്ള ഇക്വേഷൻ എന്താ? 2 cot square theta minus 5 divided by sin theta plus 4 equal to 0. എടാ, ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ തീറ്റ -1 അല്ലേ? -5 ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടൂലേ? ദാറ്റ് ഈസ് 2 കൊസീക് സ്ക്വയർ തീറ്റ -2 -5 കൊസീക് തീറ്റ പ്ലസ് 4 ഈക്വൽ ടു 0. റെഡിയാണോ? ദാറ്റ് ഈസ് ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ടേം കിട്ടും. 2 കൊസീക് സ്ക്വയർ തീറ്റ -5 കൊസീക് തീറ്റ -5 കൊസീക് തീറ്റ പ്ലസ് 2 ഈക്വൽ ടു 0. എടാ, ഇതൊന്ന് സോൾവ് ചെയ്താൽ, ഈ ക്വാഡ്രാറ്റിക് ടേം സോൾവ് ചെയ്താൽ കൊസീക് തീറ്റ ഈക്വൽ ടു നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. കൊസീക് തീറ്റ ഈക്വൽ ടു 2 എന്ന് കിട്ടും, ഓർ കൊസീക് തീറ്റ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. നമുക്കറിയാം കൊസീക് തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ അല്ലേ? പോസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. കൊസീക് തീറ്റ 1/2 എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ 2 പോസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. സോ കൊസീക് തീറ്റ ഈക്വൽ ടു 2 എന്ന് പറയുന്നതാണ് നമ്മുടെ വാല്യൂ. കൊസീക് തീറ്റ 2 ആണെങ്കിൽ സൈൻ തീറ്റ 1/2 അല്ലേ? സൈൻ തീറ്റ ഈക്വൽ ടു 1/2 കിട്ടുന്ന ഇന്റർവെൽ ഏതാ? 0 to 2π അല്ലേ? 0 to 2πയിൽ നമുക്കറിയാം ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. സോ ഏതൊക്കെ ആംഗിൾസ് പോസിബിളാ? ഒരു ആംഗിൾ π/6 പോസിബിൾ ആണ്. നെക്സ്റ്റ് ആംഗിൾ π-π/6 ദാറ്റ് ഈസ് 5π/6 പോസിബിൾ ആണ്. ഇപ്പോൾ θ1ഉം θ2 ഇതിനകത്ത് കണ്ടീഷൻ പറഞ്ഞു, θ2 ഗ്രേറ്റർ ദാൻ θ1. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വാല്യൂ θ1 π/6 എന്നും θ2 5π/6 എന്നും എടുക്കാം. സോ ഇന്റഗ്രേറ്റ് ചെയ്യാം നമുക്ക്. ഇന്റഗ്രൽ θ1 ഇൻറ്റു θ2 വാല്യൂ എത്ര? π/6 ടു 5π/6. ഏതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? കോസ് സ്ക്വയർ ഓഫ് 3 തീറ്റ ഡി തീറ്റ. കോസ് സ്ക്വയർ ഓഫ് 3 തീറ്റ ഡി തീറ്റ. എടോ, കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? 1 പ്ലസ് കോസ് 2x ഡിവൈഡ് ബൈ 2 അല്ലേ? അപ്പോൾ ഈ കേസിൽ ഞാൻ അങ്ങനെ എഴുതിയാൽ ഇന്റഗ്രൽ π/6 ടു 5π/6 1 പ്ലസ് കോസ്, ഇവിടെ നോക്കണോ, എക്സിന് പകരം 3 തീറ്റ ആണെങ്കിൽ കോസ് 6 തീറ്റ ഡിവൈഡ് ബൈ 2 എന്നല്ലേ കിട്ടുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഞാൻ പുറത്തേക്ക് എടുത്തു. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ റിസൾട്ട് 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണ്, പ്ലസ് കോസ് 6 തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 6 തീറ്റ ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടില്ലേ? ദാറ്റ് ഈസ് π/6 ടു 5π/6 ആണ് ലിമിറ്റ് വരുന്നത്.
സോ നമ്മൾ ഇവിടെ വാല്യൂസ് കൊടുക്കുന്നു. ഫസ്റ്റ് വൺ 1/2 ഇൻറ്റു 5π/6 മൈനസ് π/6 പ്ലസ് 1/6 ഇൻറ്റു ഇവിടെ സൈൻ 6 ഇൻറ്റു 5π/6 നമുക്ക് സൈൻ 5π എന്ന് കിട്ടും. ശരിയാണോ? മൈനസ് നെക്സ്റ്റ് ടേം 6θ ഇൻറ്റു 6θ അവിടെ തീറ്റയുടെ വാല്യൂ π/6 എന്ന് കൊടുത്താൽ നമുക്ക് സൈൻ പൈ എന്ന് കിട്ടും. സൈൻ പൈ റെഡിയാണോ? ആ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണല്ലോ. സൈൻ എൻ പൈ 0 ആണെങ്കിൽ 5π 0 ആണ്, സൈൻ പൈയും 0 ആണ്. ദാറ്റ് ഈസ് ഈ ടേം നമുക്ക് 0 എന്ന് എടുത്താൽ 1/2 ഇൻറ്റു ഇവിടെ 5π/6 മൈനസ് π/6 ദാറ്റ് ഈസ് 4π/6 ദാറ്റ് ഈസ് 2π/3 എന്ന് പറയുന്നതിൻ്റെ 1/2 നമുക്ക് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? ദ ആൻസർ വിൽ ബി π/3. ദ ആൻസർ വിൽ ബി π/3. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്? എ എന്ന് പറയുന്നതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ 2020 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. തീറ്റയെ നമ്മൾ സോൾവ് ചെയ്തു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലിമിറ്റ് കൊടുത്തു, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കടോ. ഇൻ്റഗ്രൽ 0 to 2π x ഇൻറ്റു സൈൻ റേസ് ടു 8x ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x dx. ഓക്കെ. അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് 0 to 2π x ഇൻറ്റു സൈൻ റേസ് ടു 8x ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x dx ആണല്ലോ. ഞാനൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഏതാണ് നമ്മുടെ പ്രോപ്പർട്ടി? ഇൻ്റഗ്രൽ 0 to a f of x dx. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 to a f of a minus x dx. ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഇതെന്തായി? 0 to 2π മൈനസ് എക്സ് ഇൻറ്റു സൈൻ റേസ് ടു 8 ഓഫ് എടാ സൈൻ 2π മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷേ പവർ അവിടെ ഈവൺ പവർ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? സൈൻ റേസ് ടു 8x തന്നെ കിട്ടും. ഡിനോമിനേറ്ററിൽ അത് തന്നെയാണ് സൈൻ റേസ് ടു 8x പ്ലസ് കോസ് 2π മൈനസ് എക്സ് കോസ് എക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് കോസ് 8 റേസ് ടു കോസ് റേസ് ടു 8x dx. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഐ. ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഒരു ടേം നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓഫ് 2π ഇൻറ്റു അല്ലേ ഇൻ്റഗ്രൽ ഓഫ് 0 to 2π ഇൻറ്റു സൈൻ റേസ് ടു 8x ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് അത് ഐ തന്നെയായിരിക്കും. മൈനസ് ഐ എന്ന് എഴുതാം. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2i ഇസ് ഈക്വൽ ടു 2π എന്ന് പറയുന്ന ടേമിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to 2π സൈൻ റേസ് ടു 8x ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x dx. റെഡിയാണോ? ഇനി ഈ ടേം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഈ ടേം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യും. എടാ ഈ ടേം ഒബ്സർവ് ചെയ്താൽ അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് നോക്കടോ സൈൻ റേസ് ടു 8x എന്ന് പറയുന്നത് സൈൻ റേസ് ടു 8x ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x എന്ന് പറയുന്ന ഈ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2π ഇൻറ്റു അതിനെ അതൊരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമുക്ക് ആ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 2π ഇൻറ്റു ഇവിടെ നോക്കടോ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു 8x ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x dx എന്ന് എഴുതാം. കാരണം 0 to π/2 വരെ അതിൻ്റെ വാല്യൂ നമുക്കറിയാം 0 to π ആണ് കൊടുക്കുന്നതെങ്കിൽ ആ പൈയിലും അത് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. 0 to 2π ആണെങ്കിലും അവിടെ റിപ്പീറ്റേഷൻ ദാറ്റ് ഈസ് 0 to π/2 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിലേക്ക് നമുക്ക് അതിനെ സ്വിച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ 4 ടൈംസ് ഇൻ്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു 8x ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x dx എന്ന് എഴുതാം. ഇനി നേരത്തെ നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻ്റഗ്രൽ 0 to a f of x ഡിവൈഡ് ബൈ f of x പ്ലസ് f of a പ്ലസ് b മൈനസ് x dx എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരുന്നു? b മൈനസ് എ ഡിവൈഡ് ബൈ 2 എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടേം നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ 2i ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 4 ദാറ്റ് ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് കിട്ടും?
π/2 മൈനസ് 0/2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഇവിടെ 2 ക്യാൻസൽ ചെയ്താൽ I is equal to 4π into π/4 എന്ന് വരും. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഇവിടെ 4 ക്യാൻസൽ ചെയ്താൽ ഐയുടെ വാല്യൂ നമുക്ക് കിട്ടും I is equal to π² എന്ന് കിട്ടും. I is equal to π². ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമാണ് അവിടെ അപ്ലൈ ചെയ്തത്. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ I is equal to π² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അതായത് ഇവിടെ ഓപ്ഷൻ ഏതാ? സി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. പ്രോപ്പർട്ടീസാണ്, നമുക്കറിയാം ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസാണ്. സോ ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക, പ്രോപ്പർട്ടീസൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.